4ാം ക്ലാസ്സിലെ EVSന്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. 6 പ്രവർത്തനങ്ങളിൽ 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, താളം മേളം. മീരയുടെ ഡയറിയിൽ നിന്ന്. 2022 മാർച്ച് 6 ഞായർ. ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്നാണ് ഉത്സവം. ഉത്സവ കാഴ്ചകൾ കണ്ട് മനം നിറഞ്ഞു. കലാപരിപാടിയോ അതികേമം. ഓട്ടൻതുള്ളൽ ആദ്യമായാണ് കാണുന്നത്. നിറപ്പകിട്ടാർന്ന വേഷവിധാനങ്ങളും പാട്ടും വാദ്യങ്ങളും വളരെ രസകരം തന്നെ. സമൂഹത്തിലെ പല തിന്മകളെയും നർമ്മരസം കലർത്തി വിമർശിക്കുന്നത് കേൾക്കാൻ ബഹുരസം. മേളക്കൊഴുപ്പിനായി ഇടയ്ക്കയും തൊപ്പിമദ്ദളവും ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടൻതുള്ളലിനെയും മറ്റ് കലാരൂപങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നാളെ ടീച്ചറോട് ചോദിക്കണം. തൊപ്പിമദ്ദളം എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ശുദ്ധമദ്ദളത്തിന്റെ അല്പം ചെറിയ രൂപമാണ് തൊപ്പിമദ്ദളം. അടുത്ത കാലം വരെ തൊപ്പിമദ്ദളമായിരുന്നു തുള്ളൽ കലയിലെ പ്രധാന പക്കവാദ്യം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മീരയുടെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് കലാരൂപമാണെന്ന് എഴുതൂ. ആദ്യം കാണുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ് അല്ലേ? രണ്ടാമത് കാണുന്ന കലാരൂപം ഏതാണ്? മാർഗം കളിയാണ്. മൂന്നാമത് കാണുന്ന കലാരൂപം ഏതാണ്? ഒപ്പന. നാലാമത്തെ ചിത്രത്തിൽ കാണുന്ന കലാരൂപമാണ് തിരുവാതിര. രണ്ടാമത്തെ ചോദ്യം, മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. മാർഗം കളി എന്താണെന്ന് നോക്കാം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദ കലയാണ് മാർഗം കളി. വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ ചരിത്രമാണ് മാർഗം കളി പാട്ടിലുള്ളത്. നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും 12 സ്ത്രീകളോ പുരുഷന്മാരോ പരമ്പരാഗതമായ ക്രൈസ്തവ വേഷത്തിൽ പാട്ടുപാടി ചുവട് വെച്ച് നടത്തുന്ന കളിയാണിത്. പുരുഷന്മാരുടെ കളിയിൽ ആരാധനാ മുറകളും ഉണ്ടാകും. മറ്റു കലാരൂപങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി പരിശോധിക്കുമല്ലോ. പ്രവർത്തനം 2, ചന്ദ്രനെ കാണാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്നും നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പൗർണമിയാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസം ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിലായിരിക്കും. ഇത്തരം ദിവസങ്ങളിൽ ചന്ദ്രൻ, ഭൂമി, സൂര്യൻ എന്നിവ ഏത് ക്രമത്തിലായിരിക്കും വരിക? താഴെയുള്ള ചിത്രത്തിൽ അവയുടെ പേരുകൾ എഴുതി ചേർക്കൂ. പൗർണമി ദിവസത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും? സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നീ ക്രമത്തിലായിരിക്കും പൗർണമി ദിവസത്തിൽ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മുക്കുട്ടി എന്തോ ഒന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അമ്പിളിമാമൻ ഓരോ ദിവസവും ചെറുതായി മാഞ്ഞുപോയി. ഇന്ന് എവിടെയും കാണാനില്ല. അമ്പിളിമാമൻ എവിടെയായിരിക്കും? അമ്മുക്കുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചില ദിവസങ്ങളിൽ ചന്ദ്രനെ തീരെ കാണാത്തത് അത് മാഞ്ഞു പോകുന്നത് കൊണ്ടാണോ? അമ്മുക്കുട്ടിയുടെ സംശയത്തിന് മറുപടി എഴുതൂ. ചില ദിവസങ്ങളിൽ ചന്ദ്രനെ തീരെ കാണാത്തത് അത് മാഞ്ഞു പോകുന്നത് കൊണ്ടല്ല. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ വരുമ്പോൾ ഭൂമിക്ക് നേരെ മാത്രം വരുന്ന ചന്ദ്രന്റെ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കില്ല. അതിനാലാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയാത്തത്. ഈ ദിവസമാണ് അമാവാസി. പ്രവർത്തനം 3, വസ്തുക്കൾ പലതരം. ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായി അനു കണ്ടെത്തിയ വസ്തുക്കളുടെ പേരുകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇവയെല്ലാം ഒരേ അവസ്ഥയിൽ പെട്ടതാണോ? ഒന്നാമത്തെ ചോദ്യം, അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിക്കൂ. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? തേൻ, വായു, ഇഷ്ടിക, ഹൈഡ്രജൻ, തടിക്കഷ്ണം, സോപ്പ് കട്ട, മണ്ണെണ്ണ, ജലം, നീരാവി. ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഖരം, ദ്രാവകം, വാതകം. ഏതൊക്കെയാണ് തന്നിരിക്കുന്നവയിൽ ഖരാവസ്ഥയിലുള്ളത്? ഇഷ്ടിക, സോപ്പ് കട്ട, തടിക്കഷ്ണം. ഇനി ഏതൊക്കെയാണ് ദ്രാവകാവസ്ഥയിലുള്ളത്? തേൻ, ജലം, മണ്ണെണ്ണ. വാതകാവസ്ഥയിലുള്ളവ ഏതൊക്കെയാണ്? നീരാവി, ഹൈഡ്രജൻ, വായു. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രം ശ്രദ്ധിക്കൂ. ജലത്തിന്റെ ഏത് സവിശേഷതയാണ് ഈ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എഴുതൂ. ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്ന സവിശേഷതയാണ് ഈ പ്രവർത്തനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, അനു അടുക്കളയിൽ വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളത്തിൽ നിന്നും നീരാവി ഉയരുന്നത് കണ്ടു. അവൾ ഒരു പരന്ന പാത്രം എടുത്ത് അത് അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് പാത്രം എടുത്തു മാറ്റി. അവൾക്ക് ഒരു സംശയം തോന്നി. എന്താണ് അവൾക്ക് സംശയം തോന്നിയത്? പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികൾ എങ്ങനെയാണ് വന്നത്? അനുവിന്റെ ചോദ്യത്തിന് എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? തിളച്ച വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്ന നീരാവി തണുക്കുമ്പോൾ പാത്രത്തിനടിയിൽ വെള്ളത്തുള്ളികളായി മാറുന്നു അല്ലേ? പ്രവർത്തനം 4, വായു വിശേഷങ്ങൾ. റേഷൻ കടയിൽ നിന്നും കൊണ്ടുവന്ന മണ്ണെണ്ണ കുപ്പിയിലേക്ക് ഒഴിക്കുവാൻ അപ്പു തീരുമാനിച്ചു. 2 ചിത്രവും ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ ഫണൽ കുപ്പിയുടെ അടപ്പിൽ നിന്നും അല്പം ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഫണൽ കുപ്പിയുടെ അടപ്പിനോട് ചേർന്നാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതു രീതിയിൽ ഫണൽ വെക്കുന്നതാണ് എളുപ്പത്തിൽ മണ്ണെണ്ണ നിറയുന്നതിന് സഹായകരമാകുന്നത്? കാരണം എന്തായിരിക്കാം? വിശദമാക്കുക. ഏത് രീതിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഫണൽ വെക്കുന്നതാണ് എളുപ്പത്തിൽ മണ്ണെണ്ണ നിറയാൻ സഹായിക്കുന്നത്. കാരണം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കുപ്പിയിൽ മണ്ണെണ്ണ നിറയണമെങ്കിൽ കുപ്പിക്കുള്ളിലെ വായു പുറത്തു കടക്കണം. വായുവിന് പുറത്തു കടക്കണമെങ്കിൽ ഫണൽ അല്പം ഉയർത്തിപ്പിടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, പദസൂര്യൻ പൂർത്തീകരിക്കുക. വായുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഒരു ഉദാഹരണം നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ആകൃതിയില്ല. നമുക്കറിയാം വായുവിന് ആകൃതിയില്ല അല്ലേ? പിന്നെ എന്തൊക്കെയാണ് വായുവിന്റെ പ്രത്യേകതകൾ? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വാതക അവസ്ഥയിലാണ് വായു കാണപ്പെടുന്നത്. വായുവിന് വ്യാപിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? പ്രവർത്തനം 5, കൃത്രിമ ഉപഗ്രഹങ്ങൾ. സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുവാനായി മാളു തയ്യാറാക്കിയ പോസ്റ്റർ വായിച്ചു നോക്കൂ. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ. മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഇത്തരത്തിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട്. ആപ്പിൾ, ജിസാറ്റ്, എഡ്യൂസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ് നമുക്കുള്ളത്? അവ എന്തൊക്കെയാണെന്ന് എഴുതൂ. ഒരു ഉദാഹരണം നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. വാർത്താവിനിമയത്തിന് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, കാലാവസ്ഥ പ്രവചനത്തിന്. രണ്ടാമത്തെ ചോദ്യം, പട്ടിക പൂർത്തിയാക്കൂ. ചില കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് താഴെ നിങ്ങൾക്ക് പട്ടികയായി നൽകിയിരിക്കുന്നത്. അവയിൽ ചിലത് വിട്ടുപോയിട്ടുണ്ട്. അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് അല്ലേ? എഡ്യൂസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. വാർത്താവിനിമയത്തിന് സഹായിക്കുന്ന ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3A. പ്രവർത്തനം 6, കേരള നാട്. ഒന്നാമത്തെ ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാന സ്ഥലങ്ങൾ കേരളത്തിന്റെ ഭൂപടത്തിൽ ഏതെല്ലാം ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചിഹ്നങ്ങൾ വരച്ച് രേഖപ്പെടുത്തുക. ഒന്നാമത്തേത് തേക്കടി. എവിടെയാണ് തേക്കടി സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. കൊച്ചി തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. മൂന്നാമത്തേത് കുമരകം പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലാണ്. നാലാമത്തേത് എന്താണ്? തലസ്ഥാനം. കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അടുത്ത ചോദ്യം, ദിക്ക് അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വടക്കു നോക്കി യന്ത്രമാണ് അല്ലേ? ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.